മൈനോറിറ്റി അനുകൂല കൺസോളിഡേഷൻ ഘടകങ്ങളാണ് കൂടുതലുണ്ടായിരുന്നത്. ബുദ്ധിമുട്ടാവോ അവിടെയും? ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടുകൾ കൂടി വളരെ നിർണായകമാണല്ലോ പേരാവൂരിൽ. എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. കാരണം ക്രിസ്തീയ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ, അവരൊരു പക്ഷേ എൻ്റെ പാർട്ടിക്കാരല്ലാത്തവർ പോലും അവർ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറയേണ്ട കാര്യം അവർക്കില്ല യഥാർത്ഥത്തിൽ. അവർ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ ഞങ്ങൾ കോൺഗ്രസ് ആണ്, പക്ഷേ ഇത്തവണ ടീച്ചറിന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 100% ആളുകൾ അങ്ങനെ പറയില്ലല്ലോ ഒരിക്കലും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ വികസനത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചില മേഖലകളിലൂടെ ഇന്ന വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ടീച്ചർ ജയിച്ചാൽ അത് കൊണ്ടുവരുമോ, ഞാൻ ശ്രമിക്കും എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കുറച്ച് വോട്ട് ആ രീതിയിൽ വന്നിട്ടുണ്ട്. ക്രിസ്തീയ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ച് കെ സുധാകരന്റെ വിഷയങ്ങളൊക്കെ നിന്നല്ലോ, അവിടെ നിന്ന് കുറച്ച് വോട്ട് ടീച്ചറിന് കിട്ടിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു, ശരിയാണോ? അതെ, അല്ല അതും എനിക്ക് വോട്ടെണ്ണി കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചില വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഒരിക്കലും തുറന്ന് പറയില്ലല്ലോ. അവർ കോൺഗ്രസ്സുകാരല്ലേ, അവരൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് ആരും അങ്ങനെ വന്നിട്ടില്ലല്ലോ. എന്നാൽ ചിലപ്പോൾ അവർക്ക് വലിയ സങ്കടം ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അവരത് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് ഈ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോഴേ പറയാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഈ കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ചിലർ പരിശ്രമിച്ചിരുന്നു. ചില കുബുദ്ധികൾ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പരിശ്രമിച്ചവിടെ അവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്രത്തോളം എൻ്റെ മണ്ഡലക്കാർ അതിന് കീഴടങ്ങി പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ടും കാണാൻ സാധിക്കും.